وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. മിസ്റിൽ അദ്ദേഹത്തെ വാങ്ങിയ ആൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവനെ നീ നന്നായി പരിപാലിക്കണം. ഇവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കവനെ മകനായി ദത്തെടുക്കുകയുമാവാം. ഇങ്ങനെ യൂസുഫിന് നാം അന്നാട്ടിൽ കാലുറപ്പിക്കുന്നതിനവസരം സൃഷ്ടിച്ചു. സംഭവങ്ങളുടെ സൂക്ഷ്മാവസ്ഥയും പരിണാമവും ഗ്രഹിക്കാൻ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് കൂടിയായിരുന്നു ഇത്. അല്ലാഹു അവന്റെ കാര്യം നടപ്പാക്കുക തന്നെ ചെയ്യും. പക്ഷേ അധികം മനുഷ്യരും അതറിയുന്നില്ല. യൂസുഫിനെ വാങ്ങിയ വ്യക്തിയുടെ പേര് ബൈബിളിൽ പോത്തീഫർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ അസീസ് എന്ന സ്ഥാനപ്പേരിൽ പരാമർശിക്കുന്നത് കാണാം. മറ്റൊരിടത്ത് ഇതേ സ്ഥാനപ്പേർ തന്നെ യൂസുഫ് നബിയെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ വ്യക്തി ഈജിപ്തിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അസാധാരണമായ കഴിവുകളുള്ള വ്യക്തിയെക്കുറിച്ച് അസീസ് എന്ന് പ്രയോഗിക്കാറുള്ളൂ. ബൈബിളിന്റെയും തൽമൂദിന്റെയും വിവരണമനുസരിച്ച് രാജാവിന്റെ അകമ്പടിക്കാരനായ ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം. എന്നാൽ ഇബ്നു അബ്ബാസിൽ നിന്ന് ഇബ്നു ജരീർ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടനുസരിച്ച് അദ്ദേഹം രാജാവിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിരുന്നു. ഈ ഉദ്യോഗസ്ഥന്റെ പത്നിയുടെ പേര് തൽമൂദിൽ സലീഖ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടുന്ന് തന്നെയാണ് മുസ്ലിങ്ങൾക്കിടയിലും ഈ പേര് പ്രസിദ്ധമായത്. എന്നാൽ ഈ സ്ത്രീയെ പിന്നീട് യൂസുഫ് നബി വിവാഹം കഴിച്ചു എന്ന ഒരു പ്രസ്താവനയും മുസ്ലിങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. അതിന് ഖുർആനിലോ ഇസ്രായേലി ചരിത്രത്തിലോ ഒരടിസ്ഥാനവുമില്ല. പതിവ്രതയല്ലെന്ന് നേരിട്ടനുഭവപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക ഒരു പ്രവാചകന്റെ പദവിക്ക് നിരക്കാത്ത കാര്യമാണ്. ഒരു പൊതു തത്വമെന്ന നിലയിൽ ഖുർആൻ നമ്മെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്: വൃത്തികെട്ട സ്ത്രീകൾ വൃത്തികെട്ട പുരുഷന്മാർക്കുള്ളതാകുന്നു, വൃത്തികെട്ട പുരുഷന്മാർ വൃത്തികെട്ട സ്ത്രീകൾക്കും. പരിശുദ്ധകളായ സ്ത്രീകൾ പരിശുദ്ധരായ പുരുഷന്മാർക്കും, പരിശുദ്ധരായ പുരുഷന്മാർ പരിശുദ്ധകളായ സ്ത്രീകൾക്കുമുള്ളവരാകുന്നു. തൽമൂദിന്റെ വിവരണമനുസരിച്ച് യൂസുഫിന് അന്ന് 18 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിന്റെ ഉയർന്ന വ്യക്തിത്വം കണ്ടപ്പോൾ തന്നെ പോത്തിഫർ ഇതൊരു അടിമയല്ലെന്നും ഏതോ കുലീന കുടുംബത്തിലെ കൺമണിയാണെന്നും എന്തോ കാലക്കേടാണ് അവനെ ഈ പതനത്തിലെത്തിച്ചതെന്നും മനസ്സിലാക്കിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ യൂസുഫിനെ വാങ്ങിയപ്പോൾ തന്നെ ഇവൻ ഒരു അടിമയാണെന്ന് തോന്നുന്നില്ലെന്നും നിങ്ങൾ ഇവനെ എവിടെ നിന്നോ കട്ടുകൊണ്ടുവന്നതാണോ എന്ന് ഞാൻ സംശയിക്കുന്നുവെന്നും അയാൾ കച്ചവട സംഘത്തോട് പറഞ്ഞിരുന്നു. ഇതേ അടിസ്ഥാനത്തിലാണ് പോത്തിഫർ യൂസുഫിനോട് അടിമകളെപ്പോലെ വർത്തിക്കാതിരുന്നതും തന്റെ വീടിന്റെയും സമ്പത്തിന്റെയും കൈകാര്യകർത്താവായി നിശ്ചയിച്ചതും. ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 39-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം: അതുകൊണ്ട് പോത്തിഫർ തനിക്കുള്ളതെല്ലാം യോസേഫിന്റെ ചുമതലയിൽ വിട്ടു. യോസേഫ് വീട്ടിലുണ്ടായിരുന്നതിനാൽ ഭക്ഷണത്തിനപ്പുറം മറ്റൊന്നിലും പോത്തിഫറിന് ശ്രദ്ധിക്കേണ്ടി വന്നില്ല. ഈ സൂക്തത്തിൽ യൂസുഫിന്റെ പഠനം സംബന്ധിച്ച പരാമർശത്തിന്റെ താൽപര്യം ഇതാണ്: ഒരിടത്ത് സ്ഥിരമായി താമസിക്കാതെ മരുഭൂമിയിൽ ആടുമേച്ചു സഞ്ചരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള ശിക്ഷണം മാത്രമായിരുന്നു ഇതുവരെ യൂസുഫിന് ലഭിച്ചിരുന്നത്. ഇക്കാലത്ത് കൻആനിലും അറേബ്യയുടെ ഉത്തരമേഖലകളിലും വ്യവസ്ഥാപിതമായ ഭരണകൂടമോ സംസ്കാര നാഗരികതകളിൽ കാര്യമായ അഭിവൃദ്ധിയോ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ സ്ഥലം മാറിക്കൊണ്ടിരുന്ന കുറച്ച് സ്വതന്ത്ര ഗോത്രങ്ങളുണ്ടായിരുന്നു. ചില ഗോത്രങ്ങൾ വിവിധ മേഖലകളിൽ സ്വതന്ത്ര ആസ്ഥാനങ്ങളുണ്ടാക്കി ചെറിയ ചെറിയ ഭരണകൂടങ്ങളും സ്ഥാപിക്കാതിരുന്നില്ല. പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ സ്വതന്ത്ര മേഖലകളിലുള്ള പഠാൻ ഗോത്രങ്ങളുടെ അവസ്ഥയായിരുന്നു ഏറെക്കുറെ അന്ന് ഈജിപ്തിന്റെ അയൽദേശങ്ങളിൽ വസിച്ചിരുന്ന ജനങ്ങളുടെ അവസ്ഥ. ഇവിടെ യൂസുഫിന് ലഭിച്ച ശിക്ഷണശീലങ്ങളിൽ ഗ്രാമീണ ജീവിതത്തിന്റെ നന്മകളും ഇബ്രാഹീമി പാരമ്പര്യത്തിന്റെ ദൈവഭക്തി, മതബോധം തുടങ്ങിയ ഘടകങ്ങളും സ്വാഭാവികമായും ഉൾപ്പെട്ടിരുന്നുവെന്നത് ശരിതന്നെ. അന്ന് ഈജിപ്ത് ഏറെ നാഗരികവും വികസിതവുമായിരുന്നു. എന്നാൽ അള്ളാഹു ഏൽപ്പിച്ച ദൌത്യം നിർവഹിക്കുന്നതിനാവശ്യമായ വിജ്ഞാനങ്ങളും അനുഭവങ്ങളും ദീർഘദൃഷ്ടിയും വളർന്നു വികസിക്കാനുള്ള അവസരം
ആ ഗ്രാമീണ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം ഈജിപ്ഷ്യൻ രാഷ്ട്രത്തിലെ ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെത്തണമെന്നും വീട്ടുകാരൻ അദ്ദേഹത്തിന്റെ അസാധാരണമായ നന്മകൾ കണ്ടിട്ട് തന്റെ വീടിന്റെയും സ്വത്തിന്റെയും കൈകാര്യകർത്താവായി നിശ്ചയിക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചു. അദ്ദേഹത്തിൽ ഒളിഞ്ഞുകിടന്ന കഴിവുകൾക്ക് വളരാൻ അങ്ങനെ അവസരം ലഭിച്ചു. ഭാവിയിൽ ഒരു വലിയ രാഷ്ട്രത്തെ നയിക്കാനുള്ള അനുഭവജ്ഞാനമായിരുന്നു ചെറിയ ഒരു ഭൂവുടമയാവുക വഴി അദ്ദേഹത്തിന് ലഭിച്ചത്. ആയത്ത് സൂചിപ്പിക്കുന്നത് ഈ പരിശീലനത്തെയാണ്. وَلَمَّا بَلَغَ أَشُدَّهُ آتَيْنَاهُ حُكْمًا وَعِلْمًا وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ. യൂസഫ് പൂർണ്ണ യൗവനം പ്രാപിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് തീരുമാനശക്തിയും ജ്ഞാനവും പ്രദാനം ചെയ്തു. സജ്ജനങ്ങൾക്ക് നാം ഇപ്രകാരം പ്രതിഫലം നൽകുന്നു. വിശുദ്ധ ഖുർആനിൽ ഹുക്കുമിന്റെയും ഇൽമിന്റെയും സാമാന്യമായ അർത്ഥം പ്രവാചകത്വം നൽകുക എന്നതാണ്. അധികാരമെന്നും തീരുമാനശക്തിയെന്നും ഹുക്കുമിന് അർത്ഥമുണ്ട്. അള്ളാഹുവിങ്കൽ നിന്ന് ഒരടിമയ്ക്ക് ഹുക്കുമ് ലഭിക്കുക എന്നതിന്റെ അർത്ഥമിതാണ്: മനുഷ്യന്റെ ഐഹിക ഇടപാടുകളിൽ തീരുമാനം കൽപ്പിക്കാനുള്ള അവകാശവും യോഗ്യതയും നൽകുക. ദിവ്യബോധനം മുഖേന അള്ളാഹു നേരിൽ പ്രവാചകന്മാർക്ക് നൽകുന്ന പ്രത്യേകമായ യാഥാർത്ഥ്യജ്ഞാനമാണ് ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. യൂസഫ് താമസിച്ചിരുന്ന വീടിന്റെ നായിക അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം വാതിലുകൾ അടച്ചിട്ടവൾ പറഞ്ഞു, വരൂ. യൂസഫ് പറഞ്ഞു, അല്ലാഹുവിൽ ശരണം, അവനാണ് എന്റെ നാഥൻ, എനിക്കവൻ നല്ല സ്ഥാനം നൽകിയിരിക്കുന്നു. ഇത്തരം അധർമ്മികൾ ഒരിക്കലും വിജയം പ്രാപിക്കുകയില്ല. ഇവിടെ എന്റെ നാഥൻ എന്ന് യൂസഫ് നബി പറഞ്ഞത് അദ്ദേഹത്തിന്റെ യജമാനനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്നത്രേ പൊതുവെ ഖുർആൻ വിവർത്തകരും വ്യാഖ്യാതാക്കളും മനസ്സിലാക്കിയിരിക്കുന്നത്. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ മറുപടിയുടെ താൽപര്യം ഇതാണ്: എന്റെ യജമാനൻ എന്നോട് ഈ വിധം നല്ല നിലയിൽ വർത്തിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക എന്ന നന്ദികേട് എങ്ങനെയാണ് ഞാൻ ചെയ്യുക? എന്നാൽ ഈ വിവർത്തനത്തോടും വ്യാഖ്യാനത്തോടും ശക്തിയായ എതിരഭിപ്രായമാണ് എനിക്കുള്ളത്. അറബി ഭാഷ പരിഗണിക്കുമ്പോൾ ഇങ്ങനെയും മനസ്സിലാക്കാൻ സാധ്യതയുണ്ടെന്നത് ശരിതന്നെ. കാരണം അറബിയിൽ റബ്ബ് എന്ന പദം യജമാനനെ കുറിച്ചും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു കുറ്റത്തിൽ നിന്ന് പിന്മാറുമ്പോൾ അള്ളാഹുവിനു പകരം ഏതെങ്കിലും ഒരടിമയെ ഭയപ്പെടുക എന്നത് ഒരു പ്രവാചകന്റെ പദവിക്ക് തീരെ ചേർന്നതല്ല. ഒരു പ്രവാചകൻ അള്ളാഹുവല്ലാത്ത മറ്റാരെയെങ്കിലും ഉദ്ദേശിച്ച് അതെന്റെ റബ്ബാണ് എന്നു പറഞ്ഞ ഒരു ഉദാഹരണവും ഖുർആനിൽ കാണപ്പെടുകയില്ല. ഇതേ അധ്യായത്തിൽ തന്നെ 41, 42, 50 സൂക്തങ്ങളിൽ യൂസഫ് നബി തന്റെയും ഈജിപ്തുകാരുടെയും മാർഗങ്ങൾ തമ്മിലുള്ള അന്തരം ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതായത്, എന്റെ റബ്ബ് അള്ളാഹുവാണ്, ഈജിപ്തുകാർ അവരുടെ റബ്ബായി വരിച്ചിട്ടുള്ളത് കേവലം അടിമകളെയാണ്. അതോടൊപ്പം ആയത്തിൽ എന്റെ നാഥൻ എന്ന് പറഞ്ഞതിലൂടെ യൂസഫ് നബി അള്ളാഹുവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെക്കാൻ വ്യക്തമായ ന്യായം കൂടിയുണ്ടെങ്കിൽ പിന്നെ തെറ്റായ ഒരർത്ഥം നാം എന്തിനു തിരഞ്ഞെടുക്കണം? وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَن رَّأَىٰ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ. അവൾ അദ്ദേഹത്തെ പിടികൂടാൻ തുനിഞ്ഞു. തന്റെ നാഥന്റെ ദൃഷ്ടാന്തം കണ്ടിരുന്നില്ലെങ്കിൽ അദ്ദേഹം അവളെയും പിടികൂടാൻ തുനിഞ്ഞേനെ. ഈ വിധം സംഭവിച്ചത് നീചമായ ചെയ്തികളിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റുന്നതിനു വേണ്ടിയായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു. തെളിവ്, ദൃഷ്ടാന്തം എന്നൊക്കെയാണ് ബുർഹാൻ എന്ന പദത്തിനർത്ഥം. ഈ സ്ത്രീയുടെ ക്ഷണം സ്വീകരിക്കുന്നത് നിനക്ക് ഭൂഷണമല്ല എന്ന് യൂസുഫ് നബിയോട് പറഞ്ഞ മനസാക്ഷി തന്നെയാണ് ഇവിടെ നാഥന്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞതുകൊണ്ടുദ്ദേശിക്കുന്നത്.
എന്തായിരുന്നു ആ ദൃഷ്ടാന്തം? ഇതിന്റെ മുമ്പത്തെ സൂക്തത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. എന്റെ നാഥൻ എനിക്ക് ഇவ்விധം സ്ഥാനം നൽകിയിരിക്കെ ഞാൻ ഇങ്ങനെയുള്ള ദുർവൃത്തികൾ ചെയ്യുകയോ? ഇത്തരം അധർമ്മികൾ ഒരിക്കലും വിജയം വരിക്കുകയില്ല. ഇതേ ദൃഷ്ടാന്തമാണ് യൂസഫ് നബിയെ യൗവനത്തിളപ്പിലും അത്തരം നിർണായക ഘട്ടത്തിൽ തെറ്റിൽ നിന്ന് അകറ്റി നിർത്തിയത്. പിന്നീട് തന്റെ നാഥന്റെ ദൃഷ്ടാന്തം കണ്ടിരുന്നില്ലെങ്കിൽ അദ്ദേഹം അവളെയും പ്രാപിക്കാൻ ഉദ്യമിച്ചത് തന്നെ എന്നു പറഞ്ഞത് പ്രവാചകന്മാരുടെ പാപസുരക്ഷിതത്വത്തിലേക്കും വേണ്ടത്ര വെളിച്ചം വീശുന്നുണ്ട്. നബിയുടെ പാപസുരക്ഷിതത്വത്തിന്റെ അർത്ഥം തെറ്റുകൾ വന്നുപോകാൻ സാധ്യത പോലുമില്ലാത്ത വിധത്തിൽ തെറ്റോ കുറ്റമോ പാകപ്പിഴകളോ പ്രവർത്തിക്കാനുള്ള കഴിവ് തന്നെ എടുത്തുകളയുക എന്നല്ല. മറിച്ച് പ്രവാചകൻ കുറ്റം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ തന്നെയാണ്. എന്നാൽ അതോടൊപ്പം ബോധപൂർവം തെറ്റു ചെയ്യാൻ ആഗ്രഹിക്കാതിരിക്കാനുള്ള സന്മനസ്സും ദൈവഭക്തിയും അദ്ദേഹത്തിനുണ്ടായിരിക്കും. അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അദ്ദേഹത്തിന്റെ അന്തരംഗത്തുണ്ടായിരിക്കും. ദേഹേച്ഛകൾക്ക് ഒരിക്കലും അതിനെ അതിജയിക്കുക സാധ്യമല്ല. ഇനി ബോധപൂർവമല്ലാതെ വല്ല പാകപ്പിഴകളും സംഭവിക്കുകയാണെങ്കിൽ വ്യക്തമായ ബോധനം മുഖേന അള്ളാഹു ഉടനെ തന്നെ അത് തിരുത്തുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ പാകപ്പിഴവുകൾ ഒരു വ്യക്തിയുടെ മാത്രം പാകപ്പിഴവുകളല്ല, ഒരു സമുദായത്തിന്റെ മുഴുവൻ പാകപ്പിഴവുകളാണ്. അദ്ദേഹം സന്മാർഗത്തിൽ നിന്ന് ഒരു മുടിയിട തെറ്റുകയാണെങ്കിൽ ലോകം ദുർമാർഗത്തിൽ നാഴികകളോളം ദൂരെ പോയതു തന്നെ. നീചമായ ചെയ്തികളിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റുന്നതിനു വേണ്ടി എന്നു പറഞ്ഞതിൽ രണ്ടുദ്ദേശ്യം കൽപ്പിക്കാവുന്നതാണ്. ഒന്ന്, നമ്മുടെ തൗഫീഖും മാർഗദർശനവും കാരണമാണ് അദ്ദേഹം നാഥന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുകയും തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തത്. കാരണം നാം തിരഞ്ഞെടുത്ത ഈ അടിമയിൽ നിന്ന് തിന്മയും മ്ലേച്ഛതയും അകറ്റണമെന്നായിരുന്നു നമ്മുടെ ഉദ്ദേശ്യം. രണ്ടാമത്തേതും കൂടുതൽ അർത്ഥപൂർണമായ വിശദീകരണമാണ്. യൂസുഫിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ഈ പെരുമാറ്റവും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തെ തിന്മയിൽ നിന്നും നിർലജ്ജതയിൽ നിന്നും പരിശുദ്ധനാക്കാനും മനസംസ്കരണം ഉച്ചകോടിയിലെത്തിക്കാനും വേണ്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെയൊരു തെറ്റിലേക്ക് നയിക്കപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. ആ പരീക്ഷണഘട്ടത്തിൽ സ്വന്തം ഇച്ഛാശക്തിയുടെ പ്രഭാവം കൊണ്ട് സൂക്ഷ്മതയും ദൈവഭക്തിയും മുറുകെ പിടിച്ച് മനസ്സിന്റെ എല്ലാ ദുഷ്പ്രവണതകളെയും എന്നേക്കുമായി നശിപ്പിച്ചു കളയുക എന്നത് അനിവാര്യമായ ദൈവിക താൽപര്യമായിരുന്നു. അക്കാലത്തെ ഈജിപ്ഷ്യൻ സമൂഹത്തിൽ കാണപ്പെട്ടിരുന്ന ധാർമ്മിക നിലവാരം പരിഗണിക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രത്യേക പരിശീലന രീതി തെരഞ്ഞെടുത്തതിന്റെ താൽപര്യവും പ്രാധാന്യവും വളരെ വേഗം മനസ്സിലാക്കാവുന്നതാണ്. തുടർന്നുള്ള സൂക്തങ്ങളിൽ ആ ചുറ്റുപാടിലേക്ക് ചെറിയ തോതിൽ വെളിച്ചം വീശുന്നുണ്ട്. അന്നത്തെ ഈജിപ്ഷ്യൻ സമൂഹത്തിൽ പൊതുവിലും വൻകിടക്കാരിൽ പ്രത്യേകിച്ചും നിലനിന്നിരുന്ന ഒന്നായിരുന്നു ലൈംഗിക അരാജകത്വം. അതേറെക്കുറെ ഇന്ന് നാം പാശ്ചാത്യരിലും അവരുടെ സ്വാധീനതയിൽപ്പെട്ട വിഭാഗങ്ങളിലും കാണപ്പെടുന്ന അവസ്ഥയിലായിരുന്നുവെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇவ்விധം ദുഷിച്ച ജനതയിലായിരുന്നു യൂസുഫ് നബിക്ക് പ്രവർത്തിക്കേണ്ടിയിരുന്നത്. അതുതന്നെയും ഒരു സാധാരണക്കാരനായിട്ടല്ല, മറിച്ച് രാഷ്ട്രത്തിലെ ശാസനാധികാരിയായിട്ട്. സുന്ദരനായ ഒരടിമയുടെ മുമ്പിൽ തീരെ കൊച്ചായിപ്പോയ ആ മാന്യമഹതികൾ യുവാവും സുന്ദരനുമായ ഒരധികാരിയെ വഴിതെറ്റിക്കാൻ എന്തെല്ലാം ചെയ്യുമായിരുന്നില്ല. അതിനെ നേരിടാൻ അള്ളാഹു ഒരു ഭാഗത്ത് ആദ്യം തന്നെ ഒരു പരീക്ഷണത്തിലേക്ക് നയിച്ച് യൂസുഫ് നബിയെ ദൃഢചിത്തനാക്കി തീർത്തു. മറുവശത്ത് ഈജിപ്തിലെ വനിതകളെ അദ്ദേഹത്തെക്കുറിച്ച് നിരാശരാക്കി. അവരുടെ എല്ലാ തിന്മകളുടെയും വാതിലുകൾ അടച്ചുകളഞ്ഞു. واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. ഒടുവിൽ യൂസുഫും അവളും മുന്നിലും പിന്നിലുമായി വാതിൽക്കലേക്ക് പാഞ്ഞു. അവൾ പിന്നിൽ നിന്ന് യൂസുഫിന്റെ കുപ്പായം പിടിച്ചു കീറി. വാതിൽക്കൽ അവളുടെ ഭർത്താവിനെ ഇരുവരും കണ്ടു. അയാളെ കണ്ടതോടെ സ്ത്രീ പറഞ്ഞു തുടങ്ങി, നിങ്ങളുടെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ തുനിഞ്ഞ ഇവനുള്ള ശിക്ഷ എന്താണ്? ജയിലിലടയ്ക്കുകയോ കഠിന ദണ്ഡനം നൽകുകയോ അല്ലാതെ? قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان
قميصه قد من قبل فصدقت وهو من الكاذبين. യൂസഫ് പറഞ്ഞു, അവരാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത്. ആ സ്ത്രീയുടെ ബന്ധുക്കളിൽ ഒരാൾ സാഹചര്യ തെളിവ് പരിഗണിച്ചു. അവന്റെ കുപ്പായം മുൻവശത്താണ് കീറിയിട്ടുള്ളതെങ്കിൽ സ്ത്രീ സത്യവതിയാകുന്നു, അവൻ കള്ളനും. ഈ സംഭവത്തെ ഇപ്രകാരം മനസ്സിലാക്കാം. ആ സ്ത്രീയുടെ ബന്ധുക്കളിൽ നിന്ന് ആരെങ്കിലും ഗൃഹനാഥനോടൊപ്പം വന്നിരിക്കണം. അദ്ദേഹം ഈ പ്രശ്നം കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കണം: ഇവർ രണ്ടുപേരും പരസ്പരം കുറ്റാരോപണം നടത്തുകയാണ്. സംഭവത്തിന് ദൃക്സാക്ഷികളാരുമില്ല. അതിനാൽ നമുക്ക് സാഹചര്യ തെളിവുകളിൽ നിന്ന് പ്രശ്നം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ സാക്ഷി തൊട്ടിലിൽ കിടക്കുന്ന മുലകുടി പ്രായത്തിലുള്ള ഒരു കുട്ടിയായിരുന്നുവെന്നും അള്ളാഹു കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകി സാക്ഷ്യം വഹിപ്പിച്ചുവെന്നും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രബലമായ പരമ്പര വഴി സ്ഥിരപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഒരു അമാനുഷിക ദൃഷ്ടാന്തം അവതരിപ്പിക്കേണ്ട ആവശ്യമുള്ളതായി തോന്നുന്നുമില്ല. ഈ സാക്ഷി ചൂണ്ടിക്കാണിച്ച തെളിവ് തികച്ചും ബുദ്ധിപരമായതായിരുന്നു. അത് കാണുമ്പോൾ ഇയാൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിവും കേസുകളിൽ പരിജ്ഞാനവും ലോകപരിചയവുമുള്ള ആളായിരുന്നുവെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നേക്കാമെന്നതും അത്ര വിദൂരമൊന്നുമല്ല. മുലകുടിക്കുന്ന കുട്ടി സാക്ഷ്യം വഹിച്ച കഥ മുഫസ്സിറുകൾക്ക് യഥാർത്ഥത്തിൽ ജൂത റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടിയതാണ്. 1880 ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച പോൾ ഐസക് ഹേഴ്സന്റെ പുസ്തകം 256 പേജിൽ അത് സംബന്ധിച്ച് തൽമൂദിൽ നിന്നുള്ള ഉദ്ധരണികൾ കാണാം. وَإِن كَانَ قَمِيصُهُ قُدَّ مِن دُبُرٍ فَكَذَبَتْ وَهُوَ مِنَ الصَّادِقِينَ. അവന്റെ കുപ്പായം പിൻവശമാണ് കീറിയിട്ടുള്ളതെങ്കിൽ സ്ത്രീ പറഞ്ഞത് കളവാണ്, അവൻ സത്യവാനും. ഉദ്ദേശ്യം ഇതാണ്: യൂസുഫിന്റെ കുപ്പായം മുൻവശമാണ് കീറിയിരിക്കുന്നതെങ്കിൽ ബലാത്സംഗത്തിന് ഒരുമ്പെട്ടത് യൂസുഫാണെന്ന് തെളിയും. മാത്രമല്ല, സ്ത്രീ ആത്മരക്ഷാർത്ഥം കുതറിയോടുകയായിരുന്നു എന്നും വ്യക്തമാകും. ഇനി യൂസുഫിന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിരിക്കുന്നതെങ്കിൽ സ്ത്രീ അദ്ദേഹത്തിന് പിടികൂടിയതാണെന്നും യൂസുഫ് അവളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നും അത് വ്യക്തമാക്കുന്നു. മറ്റൊരു സാഹചര്യ തെളിവ് കൂടി ഈ സാക്ഷിയുടെ മൊഴിയിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ഈ സാക്ഷിയുടെ ശ്രദ്ധ യൂസുഫിന്റെ കുപ്പായത്തിന്റെ ഭാഗത്തേക്ക് മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. സ്ത്രീയുടെ ദേഹത്തിലോ വസ്ത്രത്തിലോ ഏറ്റുമുട്ടലിന്റെ ഒരടയാളവും ഒറ്റ നോട്ടത്തിൽ കാണപ്പെട്ടിരുന്നില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തം. ഇതൊരു ബലാത്സംഗ ശ്രമമായിരുന്നെങ്കിൽ സ്ത്രീയുടെ മേൽ അതിന്റെ വ്യക്തമായ അടയാളങ്ങൾ കാണപ്പെടേണ്ടതായിരുന്നു. فَلَمَّا رَأَى قَمِيصَهُ قُدَّ مِن دُبُرٍ قَالَ إِنَّهُ مِن كَيْدِكُنَّ إِنَّ كَيْدَكُنَّ عَظِيمٌ. യൂസഫിന്റെ കുപ്പായം പിൻവശം കീറിയതായി കണ്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾ സ്ത്രീകളുടെ കുതന്ത്രമാകുന്നു. നിങ്ങളുടെ കുതന്ത്രം അതിഭയങ്കരം തന്നെ. യൂസുഫ് അഅ്റിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ. യൂസുഫ്, ഈ സംഗതി വിട്ടേക്കുക. പെണ്ണെ, നിന്റെ തെറ്റിന് മാപ്പിരക്കുക. തീർച്ചയായും നീ തന്നെയാണ് കുറ്റക്കാരി. ബൈബിളിൽ ഈ കഥ വികൃതമായി ചിത്രീകരിച്ചത് നോക്കുക. അയാളുടെ മേലങ്കിയിൽ കയറിപ്പിടിച്ച് എന്നോടൊന്നിച്ച് ശയിക്കുക എന്ന് അവൾ ആവശ്യപ്പെട്ടു. മേലങ്കി അവളുടെ കയ്യിലുപേക്ഷിച്ച് അയാൾ ഓടി വീടിന് വെളിയിലേക്ക് പോയി. അയാൾ മേലങ്കി ഉപേക്ഷിച്ച് വീടിന് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു, നോക്കൂ, നമ്മെ അപമാനിക്കാൻ അദ്ദേഹം ഒരു എബ്രായനെ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ കൂടെ ശയിക്കുന്നതിന് അയാൾ അകത്ത് കയറി വന്നു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അത് കേട്ട ഉടൻ അയാൾ മേലങ്കി ഉപേക്ഷിച്ച് ഓടി വീടിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. യോസെഫിന്റെ യജമാനൻ വീട്ടിൽ വരുന്നതുവരെ അവൾ അയാളുടെ മേലങ്കി കൈവശം വെച്ചു. നേരത്തെ പറഞ്ഞ കഥ തന്നെ അവൾ അയാളോടും പറഞ്ഞു. അങ്ങ് ഞങ്ങൾക്ക് കൊണ്ടുവന്നു തന്നിരിക്കുന്ന എബ്രായദാസൻ മാനം കെടുത്താൻ എന്റെ അടുക്കൽ വന്നു. ഞാൻ ശബ്ദമുയർത്തി കരഞ്ഞയുടൻ അയാൾ മേലങ്കി എന്റെ അടുക്കൽ ഉപേക്ഷിച്ച് വീടിന് വെളിയിലേക്ക് ഓടിപ്പോയി. അങ്ങയുടെ ദാസൻ ഈ വിധത്തിലാണ് എന്നോട് പെരുമാറിയത് എന്ന് ഭാര്യ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു. യജമാനൻ യോസെഫിനെ പിടിച്ച് രാജാവിന്റെ തടവുകാരെ അടച്ചിരുന്ന ജയിലിലടച്ചു. യോസെഫ് ജയിലിലായി. ഉൽപ്പത്തി 39:12-20 വരെ.
വിചിത്രവും കൗതുകകരവുമായ ഈ റിപ്പോർട്ടിന്റെ ചുരുക്കം ഇതാണ്: യൂസുഫിന്റെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രത്തിന്റെ ഒരു ഭാഗത്ത് സുലേഖ കൈവച്ചപ്പോഴേക്കും മറുവശം അദ്ദേഹം സ്വയം തന്നെ അഴിച്ചു. അങ്ങനെ വസ്ത്രം മുഴുവൻ അവരുടെ കയ്യിലെത്തി. ഇങ്ങനെയുള്ള ഒരു വസ്ത്രമായിരുന്നു അദ്ദേഹത്തിന് മേലുണ്ടായിരുന്നത്. പിന്നീട് യൂസുഫ് നബി ആ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് അങ്ങനെ തന്നെ ഓടിപ്പോവുകയും ആ വസ്ത്രം അവളുടെ കയ്യിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തുവെന്ന് പറഞ്ഞതാണ് കൗതുകം. അങ്ങനെയാണെങ്കിൽ ഇതിൽ യൂസുഫ് നബി കുറ്റവാളിയാണെന്നതിൽ ആർക്കാണ് സംശയമുണ്ടാവുക? ഇത് ബൈബിളിന്റെ റിപ്പോർട്ട്. ഇനി തൽമൂദിന്റെ വിവരണം കാണുക. ഭാര്യയുടെ ആവലാതി കേട്ടപ്പോൾ പോത്തിഫർ യൂസഫിനെ സ്വന്തം നിലയിൽ വിചാരണ ചെയ്യുകയും അനന്തരം കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു. കോടതിയിലെ ന്യായാധിപന്മാർ കുപ്പായം തെളിവായി സ്വീകരിച്ച് കുറ്റം സ്ത്രീയുടേതാണെന്ന് വിധിച്ചു. പക്ഷെ ഇവിടെ ഖുർആന്റെ വിവരണമാണ് തൽമൂദിന്റെ വിവരണത്തെക്കാൾ വിശ്വാസ്യമായതെന്ന് അല്പം ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും സ്ഥാനമാനങ്ങളുള്ള ഒരു വലിയ വ്യക്തി തന്റെ ഭാര്യയും അടിമയും തമ്മിലുള്ള പിടിവലിക്കേസ് സ്വയം കോടതിയിലെത്തിക്കുമെന്ന് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഈ കഥ നബി തിരുമേനി ബനൂ ഇസ്രായേലിൽ നിന്ന് പകർത്തി എഴുതിയതാണെന്ന ഓറിയന്റലിസ്റ്റുകളുടെ ആരോപണത്തിന്റെ പൊള്ളത്തരവും ഖുർആനും ഇസ്രായേലി ഉദ്ധരണികളും തമ്മിലുള്ള അന്തരവും വ്യക്തമായി തുറന്നു കാട്ടുന്ന ഒരു ഉദാഹരണമാണിത്. സത്യത്തിൽ ഖുർആൻ അവയിലെ തെറ്റുകൾ തിരുത്തുകയും സംഭവങ്ങൾ കൃത്യമായി ലോകത്തിന് വിവരിച്ചു കൊടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. പട്ടണത്തിലെ സ്ത്രീകൾ തമ്മിൽ പറഞ്ഞു, പ്രഭുവിന്റെ പത്നി അവരുടെ യുവഭൃത്യനിൽ മോഹിതയായിരിക്കുന്നു. അനുരാഗം അവളുടെ സമനില തെറ്റിച്ചിരിക്കുകയാണ്. നമ്മുടെ നോട്ടത്തിൽ അവൾ തീരെ പിഴച്ചുപോയിരിക്കുന്നു.